എച്ച് വിനോദിൻ്റെ സംവിധാനത്തിൽ ദളപതി വിജയ് ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് സി ജോസഫ് വിജയ് അഭിനയിച്ച് ഇന്ന് തിയേറ്ററിൽ റിലീസായ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജനനായകൻ ആദ്യം തന്നെ ജനനായകൻ എന്ന സിനിമയുടെ റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ജനനായകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 6 മാസം മുമ്പ് റിലീസാവേണ്ടിയിരുന്ന സിനിമയാണ്. സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ കാരണം സിനിമയുടെ റിലീസ് ഡേറ്റ് മാറിപ്പോയി. ആൻഡ് അന്ന് ദളപതി വിജയ് ആയിരുന്നു. ഇന്ന് അദ്ദേഹം തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്ററാണ്. ആൻഡ് ഈ ഒരു സിനിമ, ഈ ജനനായകൻ എന്ന സിനിമ ഇതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, 2023 നന്ദമൗരി ബാലകൃഷ്ണൻ ബാലയ്യ എന്നറിയപ്പെടുന്ന അദ്ദേഹം തെലുങ്കിൽ ചെയ്ത ഭഗവന്ത് കേസരി എന്ന സിനിമയുടെ റീമേക്കാണ്. അത് മാത്രമല്ല, ഏകദേശം 1 മാസം 2 മാസത്തിന് മുമ്പാണ് ഈ സിനിമയുടെ ഒരു ഒരു എഡിറ്റിംഗ് പ്രിൻ്റ് ലീക്കായ ഏകദേശം 1 കോടി ആൾക്കാർ സിനിമ കണ്ടുവെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കണ്ടവരും കാണാത്തവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ എന്ന് പറയാൻ നേരത്തെ ആൾക്കാർ കുറച്ച് വൈകാരികതയുള്ളൊരു സിനിമയാണ്. എസ്പെഷ്യലി വിജയ് ആരാധിക്കുന്നവർക്ക്, എസ്പെഷ്യലി സിനിമ ഈ ഒരു മാസ് ഫിലിം ആ ഒരു കാറ്റഗറി, രാവിലെ ഫാൻ ഷോ ഒക്കെ രാവിലെ എണീറ്റ് പോയി കാണുന്നത് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനി സിനിമയിൽ വരാൻ ചാൻസ് വളരെ കുറവാണ് എന്ന് നിൽക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിനിമയാണ് വിജയ് ഫാൻസിന്, ഇല്ലെങ്കിൽ ആ വിജയ് സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്ക്. സോ ജനനായകൻ എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഭഗവന്ത് കേസരി എന്ന സിനിമയുടെ ഒരു റീമേക്കാണ്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എല്ലാം തന്നെ അങ്ങനെയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ കുറച്ചധികം സയൻസ് ഫിക്ഷനും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് അത് വന്നു പോകുന്നുണ്ട്. സിനിമ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ കാണാൻ പോയതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഡീസൻ്റ് ആയൊരു എക്സ്പീരിയൻസ് കിട്ടി. ആൻഡ് തിയേറ്റർ ഭയങ്കര പാക്ക്ഡ് ആയിരുന്നു. വിജയ് ഫാൻസൊക്കെ കൊണ്ടുകൊണ്ട് തന്നെ ആ ഒരു ആട്ടം പാട്ടം കൊണ്ടാട്ടം അത് ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്കും കിട്ടും. പിന്നെ വിജയുടെ സ്വാഗ് അത് നമുക്ക് സിനിമ എടുത്ത് തന്നെ പറയേണ്ടി വരും. ഒരു രക്ഷയില്ല, പുള്ളി നന്നായിട്ട് ആ കഥാപാത്രം ഹോൾഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇടയ്ക്ക് വരുന്ന ഹ്യൂമറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഭഗവന്ത് കേസരി എന്ന സിനിമ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിരിക്കും. അതിനെ കുറച്ച് ഗ്രൗണ്ടഡ് ചെയ്യാൻ എച്ച് വിനോദ് ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. ആ ക്ലൈമാക്സ് പോർഷനൊക്കെ പുള്ളിയുടെ കുറച്ച് ആ ഒരു ഡയറക്ടർ ബ്രില്യൻസും വന്നതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് ചിലവർക്ക് ഈ പടം ക്രിഞ്ചായിട്ട് തോന്നാം, ചിലവർക്ക് ഇത് സമയം കൊല്ലിയായിട്ട് തോന്നാം, ചിലർക്ക് ഇത് ഭൂലോക തോൽവിയായിട്ടൊക്കെ തോന്നാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. താല്പര്യമുള്ളവർ തിയേറ്ററിൽ 3 മണിക്കൂർ സമയമുള്ളവർ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു സിനിമയാണ്. ഒരു വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അതിന് മുന്നോടി എടുത്തൊരു സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ ആ ഒരു പുള്ളിയുടെ രാഷ്ട്രീയം അതിനെ ബന്ധപ്പെട്ടുള്ള കുറേ റെഫറൻസുകൾ സിനിമയ്ക്കകത്തുണ്ട്. ആൻഡ് ഒരു വിജയ് ഫാൻ, ഒരു OG വിജയ് ഫാൻ എന്ന നിലയിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തറോലി എൻജോയ്ഡ് ഇറ്റ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് മിക്കവാറും എല്ലാ ദളപതി സിനിമകളും വിജയ് സിനിമകളും എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് 10ാം ക്ലാസ് ആ ഒരു സമയത്ത് പഠിച്ചിരുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പിനോട് പോയി കാണുന്ന ഒരാളാണ് ഞാൻ. FDS കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനി അങ്ങനെ ഒരു കാര്യം നടക്കാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. ആൻഡ് വിജയ് സിനിമ ഇറങ്ങാൻ നേരത്ത് ഫ്രണ്ട്സ് ഗ്യാദർ ആവുന്ന ഒരു സമയം കൂടിയാണ്. സോ ഇനി അങ്ങനെ ഒരു ദിവസം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. സോ ആൻഡ് അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ ബേസിക്കലി പറഞ്ഞ പോലെ തന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ടൊരു പക്ക മാസ് മസാല സിനിമ. കുറച്ച് പൊളിറ്റിക്കൽ അജണ്ടസും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് മമിത ബൈജു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആൻഡ് മമിത ബൈജുവിന് ഒരു ആക്ഷൻ ഫിലിമൊക്കെ പുൾ ഓഫ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ആക്ച്വലി വിജയുടെ സ്വാഗിനോട് ഏകദേശം അടുത്ത് വരാൻ മമിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആ ഫൈറ്റ് സീക്വൻസിൽ കൊടുത്തിട്ടുമുണ്ട്. സോ മമിത ബൈജു ആക്ടിങ്ങിലും കൊള്ളായിരുന്നു. ആ ഒരു ക്യൂട്ട്നെസ് ഇടുന്ന സ്ഥലത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു പാനിക് അറ്റാക്ക് വരുന്നുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഫൈറ്റ് സീക്വൻസും വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഉള്ള പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട് എന്ന പോലെ കാണിച്ചിട്ടുണ്ട്. ബേസിക്കലി പറഞ്ഞ പോലെ തന്നെ പൈസ ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഭയങ്കര ഒരു OG വിജയ് ഫാനാണെങ്കിൽ ഇനി വിജയ് തിയേറ്ററിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് അറിയുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്റർ എടുക്കുക. ഫ്രണ്ട്സുമായിട്ട് പോവുക, ഒരു പാക്ക്ഡ് തിയേറ്ററിൽ പോവുക, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുന്നു വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം പറ്റി കാണാം. അതുവരേക്കും ബൈ.